ിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ ചേർന്ന PSC യോഗത്തില് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തില് പരീക്ഷ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ പരീക്ഷയാണ് മാറ്റിവെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. അതോടൊപ്പം തന്നെ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നലെ ചേർന്ന PSC യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ തസ്തികകളിലാണ് ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ ഏതൊക്കെ തസ്തികകളിലാണ് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം നമുക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഏതൊക്കെ പരീക്ഷകളാണ് മാറ്റിവെച്ചിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഡിസംബർ 9-ാം തീയതി 11-ാം തീയതികളിലും വോട്ടെണ്ണൽ 13-നുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്, പ്രത്യേകം പറയേണ്ടതില്ല. അപ്പോൾ അത് നടത്തുവാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ച സാഹചര്യത്തിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഡിസംബർ 8 മുതൽ 12 വരെ നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. പ്രസ്തുത പരീക്ഷ 2026 ഫെബ്രുവരി മാസത്തേക്കാണ് മാറ്റിവെച്ചിട്ടുള്ളത്. പുതുക്കിയ തീയതികളെല്ലാം തന്നെ പിന്നീട് അറിയിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇന്നലത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പരീക്ഷ മാറ്റിവെച്ചത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഇനി ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഇന്നലത്തെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് സെക്രട്ടേറിയറ്റില് നിയമവകുപ്പില് ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 നേരിട്ടും തസ്തിക മാറ്റം മുഖേനയുമുള്ള കാറ്റഗറി നമ്പർ പറയാം: 726/2024, 727/2024, 728/2024. അതുപോലെ തന്നെ ഭൂജല വകുപ്പില് ജൂനിയർ ജിയോ ഫിസിസ്റ്റ് കാറ്റഗറി നമ്പർ 468/2024 എന്നീ തസ്തികകളിലേക്ക് ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഇന്നലത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. വിവിധ ജില്ലകളിലെ LD ടൈപ്പിസ്റ്റ്, ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ടൈപ്പിസ്റ്റ് ക്ലർക്ക്, വിമുക്ത ഭടന്മാർ മാത്രം, LC, AI, OBC, മുസ്ലിം കാറ്റഗറി 177/2024, 178/2024, 179/2024. അതുപോലെ തന്നെ വിവിധ ജില്ലകളിൽ അച്ചടി വകുപ്പിൽ അസിസ്റ്റന്റ് ടൈം കീപ്പർ കാറ്റഗറി നമ്പർ 446/2023. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ വകുപ്പില് വർക്ക് സൂപ്രണ്ടന്റ്, അതുപോലെ അതിന്റെ കാറ്റഗറി നമ്പർ 385/2024 എന്നീ തസ്തികകളിലേക്ക് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടും ഇന്നലത്തെ യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തീരുമാനങ്ങളാണ് ഇന്നലെ ചേർന്ന PSC യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ തീയതികളും വോട്ടെണ്ണലും ഒക്കെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട്. പിന്നെ ചുരുക്കപ്പട്ടികയും സാധ്യത പട്ടികയും ഒക്കെ തന്നെ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.